അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ്. അതിനുതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPM-ന് ഒറ്റക്ക് തന്നെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്ക് ഈ രണ്ട് സ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. ഇതാണ് യോഗത്തിൻ്റെ തീരുമാനം. അതാണ് CPIM. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണത്. ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് CPM. ആ CPM അതിൻ്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDF-ലേക്ക് പോകേണ്ട ഗതികേടിലുള്ള പാർട്ടിയുണ്ടോ? ഇതിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഈ മുന്നണിയുടെ ഭാഗമായവരാണ്. മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടക പാർട്ടികൾക്കില്ല. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താല്പര്യമാണ്, കേരളത്തിൻ്റെ താല്പര്യമാണ്. ചെറിയ പാർട്ടികളോ വലിയ പാർട്ടികളോ എന്നൊന്നുമില്ലാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ കേട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. എല്ലാ പാർട്ടികളും, കാരണം അവരുടെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ പാർട്ടികളിലും ഇത്തരം അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും, ആവശ്യങ്ങൾ ഉന്നയിക്കും. എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. എല്ലാ മുന്നണിയിലെ ഘടക പാർട്ടികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് നിലപാട് സ്വീകരിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ഐക്യകണ്ഠേനയാണ് എല്ലാവരും കൈയടിച്ച് തീരുമാനം അംഗീകരിക്കുകയും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതാണ് CPIM. ഇവിടെ സാധ്യതകളെക്കുറിച്ചല്ല, മുന്നണിയുടെ രാഷ്ട്രീയം ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുക, അവരെയെല്ലാം ബഹുമാനിക്കുക, അവരുടെ എല്ലാം താല്പര്യങ്ങൾ പരിഗണിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പല കാരണങ്ങളാൽ രാജ്യസഭയിലൊക്കെ ജയിച്ചു വരാമല്ലോ. ഇനിയും ഉണ്ടല്ലോ, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും വരാമല്ലോ. നാം മനസ്സിലാക്കേണ്ട ഇതിലുള്ള പാർട്ടികൾ RJD ആയാലും പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച NCP ആയാലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വന്നിട്ടുള്ള പാർട്ടികളല്ല. ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും. അതുകൊണ്ട് ഇത്തരം
അഭിപ്രായങ്ങളൊന്നും ഒരു ഗൗരവമുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM ഈ ഇന്നത്തെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലൊന്നുമല്ല. ഇടതുപക്ഷ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമായി, ഇടതുപക്ഷ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് CPM ഉയർന്ന് ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമാണ് ഇത്തരമൊരു തീരുമാനം. ഓരോ പാർട്ടികളും അവരവരുടെ ഒബ്സർവേഷൻ, അവരവരുടെ പരിശോധന, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ പാർട്ടികളും അവലോകനം ചെയ്തതിന് ശേഷം പൊതുവായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പൊതുവായി ഒരു അവലോകനം നടത്തും. അത് നമ്മൾ ഓരോ പാർട്ടികളും ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവലോകനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വരൂപിക്കും. ആ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഒരു ഘടക പാർട്ടിയുടെ മേലെയും ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരിക്കലും ചെയ്യുന്ന പാർട്ടിയല്ല. ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കലാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഇടതുപക്ഷ മുന്നണി ഒരു തീരുമാനമെടുത്ത് ഉടനടി അത് മറ്റ് ചെറിയ പാർട്ടികളെ മേലെ അടിച്ചേൽപ്പിക്കുക, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലിയല്ല, മറ്റ് ചില മുന്നണികളുടെ ശൈലിയായിരിക്കും. അതുകൊണ്ടാണല്ലോ UDFൻ്റെ ലീഗൊക്കെ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇടതുപക്ഷ മുന്നണിയുടെ ശൈലിയല്ല. അല്ല, ഈ രണ്ട് പാർട്ടികൾ മാത്രമല്ല, മറ്റു മുന്നണികളിലെ പാർട്ടികളുണ്ട്. ഓരോ പാർട്ടികൾക്കും രാജ്യസഭയിലും ലോകസഭയിലും നിയമസഭയിലും ഒക്കെ അംഗബലം ഉണ്ടാക്കുക, പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ അംഗബലം ഉണ്ടാക്കുക, അതുവഴി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, അതുവഴി ബഹുജന ശക്തി സമാഹരിക്കുക. ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഓരോ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ 2 സീറ്റേ ഉള്ളൂ. ആ 2 സീറ്റ് ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടേണ്ടതാണ്. CPI ദേശീയ പാർട്ടിയാണ്. അതുപോലെയുള്ള പാർട്ടികളൊക്കെയുണ്ട്. മറ്റ് ദേശീയ പാർട്ടികളുണ്ട്, സംസ്ഥാന പാർട്ടികളുണ്ട്. അങ്ങനെ ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിയോ ഒന്നും നോക്കാതെ പൊതുവായൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കേരള കോൺഗ്രസ് ഇവിടെയുള്ള നല്ലൊരു ജനാധിപത്യ പാർട്ടിയാണ്. അവർ നല്ല നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുന്നണിയുടെ ഒരു കരുത്തും ശക്തിയുമാണ്. അവർ മധ്യ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളൊരു കക്ഷിയാണ്. അങ്ങനെയുള്ളൊരു കക്ഷി ന്യായമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഒരു സീറ്റ് നൽകേണ്ടതാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അവർ കൊടുക്കുന്നു. ആയില്ലേ? LDF കൺവീനർ ശ്രീ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. മഹേഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? അതായത് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും, അതേപോലെ തന്നെ മാണി ഗ്രൂപ്പ് മത്സരിക്കും, CPMന് രാജ്യസഭാ സീറ്റില്ല തുടങ്ങിയ ഒട്ടേറെ സുപ്രധാനമായ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിൽ CPMന് അവകാശപ്പെട്ട സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയത്. CPIക്ക് അവർ അർഹതപ്പെട്ട സീറ്റ് തന്നെ നൽകുകയും ചെയ്തു. എന്നാൽ ഈ 2ാം സീറ്റിന് വേണ്ടിയാണ് ഇരു പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടായത്. കേരള കോൺഗ്രസ് എം സീറ്റ് കിട്ടിയേ മതിയാകുന്ന നിലപാടിൽ നിന്നു. CPI തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കില്ല നിലപാടെടുത്തപ്പോഴാണ് CPM വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തങ്ങളുടെ സീറ്റ് ത്യാഗം ചെയ്തുകൊണ്ട് അത് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയത്. എന്നാൽ ഈ സീറ്റ് അവകാശവാദം ഉന്നയിച്ച RJD ഇക്കാര്യത്തിൽ കടുത്ത അമർഷം അറിയിച്ചു. തങ്ങളുടെ നേരത്തെ രാജ്യസഭാ MP ആയിരുന്ന MV ശ്രേയാംസ് കുമാർ തൻ്റെ കാലാവധി കഴിഞ്ഞ ഉടൻ തന്നെ ആ
ആ സീറ്റ് മുന്നണി മറ്റു കക്ഷികൾക്ക് കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ ഒഴിയുന്നു. ആ സീറ്റ് അവർക്ക് തന്നെ വീണ്ടും നൽകുന്നത് ശരിയല്ല എന്ന നിലപാടാണ് RJD ഈ ഇടതുമുന്നണി യോഗത്തിൽ അറിയിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താം, ഒരു കൃത്യമായ ഒരു ക്രൈറ്റീരിയ ഇതിനുവേണ്ടി ഉണ്ടാക്കാം പിന്നീട് എന്ന ഒരു ഉറപ്പ് നൽകി അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസ് കെ മാണി തന്നെയാണ് രംഗത്ത് വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം 6 കൂടി ചേരുന്നുണ്ട്. ആ യോഗത്തിലേക്കും അന്തിമമായ ഒരു തീരുമാനമുണ്ടാകുക. CPIയുടെ സ്ഥാനാർത്ഥിയും അല്പസമയത്തിനകം അറിയാൻ കഴിയും. ആതിര. ശരി, വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.